ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി, യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ ഫള് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബകളിൽ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. 4 ഖലീഫമാരുടെ സുവർണ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ഖിലാഫത്ത് കുടുംബ വാഴ്ചയിലേക്ക്, രാജവാഴ്ചയിലേക്ക് എങ്ങനെയാണ് വഴുതി മാറിയത്, അതിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. ഖിലാഫത്തിൻ്റെ സമ്പൂർണമായ തകർച്ചയ്ക്ക് ശേഷം ലോക മുസ്ലിങ്ങൾ ഛിന്ന ഭിന്നമാവുകയും പല പ്രദേശങ്ങളിൽ പല ആദർശങ്ങളുടെ, പല വ്യവസ്ഥിതികളുടെ അടിമകളായി ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കിയതാണ്. ഖിലാഫത്തിൻ്റെ തകർച്ചയ്ക്ക് പല കാരണങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1, 2, 3 കാരണങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. സുഖ ലോലുപത അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. അതേപോലെ തന്നെ പാരത്രിക വിശ്വാസത്തിൻ്റെ തകർച്ചയും കുറവും മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു. അതേപോലെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ ആദർശത്തെ കൊണ്ടു നടന്നവർ, അവരുടെ ക്വാളിറ്റി ഇല്ലായ്മയാണ് എന്ന് ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏത് ആദർശമാണെങ്കിലും അത് കൊണ്ടു നടക്കുന്നവർ, അവരാണ് ആ ആദർശത്തിൻ്റെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നവർ. കൊണ്ടു നടക്കുന്നവരുടെ ക്വാളിറ്റി പോലെയാണ് ആദർശത്തിൻ്റെ വിജയം. ഇസ്ലാം എന്നത് ദൈവികമായ ഒരു ആദർശമാണ്. അള്ളാഹുവിൻ്റെ ദീനാണ് ഇസ്ലാം എന്നത്. അത് കൊണ്ടു നടക്കുന്നവർ മോശമായി തീർന്നാൽ ഈ ആദർശവും പരാജയപ്പെടും എന്നത് പ്രകൃതി നിയമമാണ്, ദൈവികമായ നിയമമാണ്. അള്ളാഹു സഹായിക്കാനെത്തുകയില്ല. ഖിലാഫത്ത് എന്നത് ദൈവികമായ ഭരണവ്യവസ്ഥിതിയുടെ പേരാണ്. പക്ഷേ കൊണ്ടു നടന്നവർ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തിയപ്പോൾ ആ ദൈവികമായ വ്യവസ്ഥിതിയും തകർന്നുപോയി. ഇതാണ് പ്രകൃതിയുടെ നിയമം. അതുകൊണ്ട് തന്നെ ഖിലാഫത്ത് എന്ന സംവിധാനം മാത്രമല്ല, ഏതൊരു കമ്മിറ്റിയാണെങ്കിലും ഏതൊരു ഭരണകൂടമാണെങ്കിലും അത് ചെറുതാകട്ടെ വലുതാകട്ടെ, കൊണ്ടു നടക്കുന്നവരാണ് അതിനെ വിജയിപ്പിക്കുന്നവരും പരാജയപ്പെടുത്തുന്നവരും. ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ അതാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത്.
ഇപ്പോൾ ഖിലാഫത്ത് സംവിധാനം തകർന്നു. ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ ചിഹ്ന ഭിന്നമാണ്. ഇന്ത്യയിൽ കുറേ മുസ്ലിങ്ങളുണ്ട്, പാകിസ്ഥാനിലും കുറേ മുസ്ലിങ്ങളുണ്ട്, ബംഗ്ലാദേശിലും മുസ്ലിങ്ങളുണ്ട്, ശ്രീലങ്കയിൽ മുസ്ലിങ്ങളുണ്ട്, യൂറോപ്യൻ നാടുകളിൽ മുസ്ലിങ്ങളുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒക്കെ മുസ്ലിങ്ങളുണ്ട്. പക്ഷേ സംഘടിതരല്ല. അതാത് പ്രദേശങ്ങളിൽ ആ പ്രദേശങ്ങളിലുള്ള വ്യവസ്ഥിതികൾ ഏതാണോ, ഭരണക്രമങ്ങൾ ഏതാണോ, അതിനെ അംഗീകരിച്ച് അതിൻ്റെ അടിമകളായി ലോക മുസ്ലിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ മുസ്ലിം സമുദായത്തിൻ്റെ, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരവസ്ഥയാണ് ഇത്. ഈ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ, സന്ദർഭത്തിൽ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഖിലാഫത്ത് വ്യവസ്ഥിതി തകർന്നു. ചില സഹാബിമാർ അവിടെ പണിയെടുത്തു. ചില സഹാബിമാരുടെ മോശമായ പ്രവൃത്തി മൂലമാണ്, അല്ലെങ്കിൽ മോശമായ നയങ്ങൾ മൂലമാണ് ഖിലാഫത്ത് വ്യവസ്ഥിതി തകർന്നത്. അപ്പോൾ ചില സഹാബിമാരെ കുറ്റം പറഞ്ഞ്, ചില സഹാബിമാരെ ആക്ഷേപിച്ച് നമ്മൾ സമയം കളയേണ്ടതില്ല. ആ ഒരു വ്യവസ്ഥിതി തകർന്നു. ഇനി ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നമ്മൾ നടത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താ? 5 നേരം നമസ്കരിക്കൽ മാത്രമാണോ നമ്മിൽ അർപ്പിതമായ കടമ? റമദാൻ മാസം വരുമ്പോൾ ആ മാസം മുഴുവനായിട്ട് നോമ്പെടുക്കൽ മാത്രമാണോ നമ്മിൽ അർപ്പിതമായ ഉത്തരവാദിത്വം? സാമ്പത്തിക ശേഷിയുള്ളവർ സക്കാത്ത് കൊടുക്കണം. സാമ്പത്തികമായി കഴിവുള്ളവർ ആയുസ്സിലൊരിക്കൽ ഹജ്ജ് നിർവഹിക്കണം. അങ്ങനെ പരിമിതമായ അല്ലെങ്കിൽ ആരാധനകളുമായി ബന്ധപ്പെട്ട ചില ഉത്തരവാദിത്വങ്ങൾ മാത്രമാണോ നമുക്കുള്ളത്? അതിനപ്പുറത്തേക്ക് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇന്നത്തെ ഖുതുബയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഖിലാഫത്ത് വ്യവസ്ഥിതി തകർന്നു. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്നല്ല, ഗൗരവത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടവരാണ് മുസ്ലിങ്ങളായ നമ്മൾ. എന്തുകൊണ്ട് തകർന്നു, അതുമായി ബന്ധപ്പെട്ട് പഠിക്കുകയും ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഖിലാഫത്തിനെ പുനഃസ്ഥാപിക്കുക, പുനരാവിഷ്കരിക്കുക എന്ന ഉത്തരവാദിത്വം തീർച്ചയായും നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. ഖിലാഫത്തിനെ പുനരാവിഷ്കരിക്കുക കാലോചിതമായി നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. കാരണം ഖിലാഫത്ത് എന്ന് പറയുന്നത് ദൈവികമായ ഒരു ഭരണക്രമമാണ്. നീതിയിൽ അധിഷ്ഠിതമായ, സമത്വത്തിൽ അധിഷ്ഠിതമായ, സമാധാന പൂരിതമായ ഒരു ഭരണ സംവിധാനമാണ് ഖിലാഫത്ത്. അത് ലോകം കണ്ടതാണ്. അത് കേവലം ഖുതുബയിൽ ഇങ്ങനെ പ്രസംഗിക്കൽ മാത്രമല്ല, ലോകം അത് അനുഭവിച്ചതാണ്. നൂറ്റാണ്ടുകളോളം അനുഭവിച്ചു. 4 ഖലീഫമാരുടെ ഭരണം, സുവർണ കാലഘട്ടം ലോകം ശരിക്കും അനുഭവിച്ചു. ഈ ഖിലാഫത്ത് വ്യവസ്ഥിതിയുടെ നേട്ടങ്ങൾ എന്തൊക്കെ ലോകം അനുഭവിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രസംഗിച്ച് അല്ലെങ്കിൽ തത്വം പറഞ്ഞ് പോകേണ്ട ഒരു കാര്യമല്ല. ലോകം അനുഭവിച്ച ഒരു കാര്യത്തെ സംബന്ധിച്ച് കൂടുതലായി പറയേണ്ടതില്ലല്ലോ. അത് കൃത്യമായി ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു. ആർക്കും നെഗറ്റീവായ ഒരു അഭിപ്രായമില്ല ഖിലാഫത്തിനെ സംബന്ധിച്ച്. അത്രയ്ക്ക് സമത്വം നിറഞ്ഞ, സാഹോദര്യം നിറഞ്ഞ, ഐശ്വര്യപൂർണമായ ഒരു ഭരണക്രമം ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ല. അപ്പൊ ആ ഖിലാഫത്ത് വ്യവസ്ഥിതി നശിച്ചു പോയി, അത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു അല്ല, അതിനെ പുനരാവിഷ്കരിക്കുക എന്ന ഉത്തരവാദിത്വം തീർച്ചയായും ലോക മുസ്ലിങ്ങൾക്കുണ്ട്. ഞാനിവിടെ ഓതി വച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വിളിച്ചു കൂട്ടിയിട്ട് മനുഷ്യനെ സൃഷ്ടിക്കലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുടെ ഭാഗമാണ്. പലപ്പോഴായി നമ്മൾ ഈ ആയത്തും ഇതിൻ്റെ അർത്ഥവും കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും അതിനെ സംബന്ധിച്ചറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വിളിക്കുന്നു. വഇദ് ഖാല റബ്ബുക ലിൽ മലായിക, മലക്കുകളെ വിളിക്കുന്നു. ആ മലക്കുകളോട് മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലാഹു സംസാരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നല്ല പറഞ്ഞത്. അവിടെ ഉപയോഗിച്ച വാക്ക്
വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്ന പ്രയോഗമാണ്. ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു. ആ പ്രയോഗത്തിൽ മനുഷ്യരായ നമ്മളുടെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെ എന്നത് കൃത്യമായി അടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് അള്ളാഹു ഞാനൊരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞില്ല? മനുഷ്യൻ എന്ന് പറയാതെ മനുഷ്യന്റെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെ എന്നടങ്ങിയിട്ടുള്ള ഖലീഫ എന്ന പദമാണ് അള്ളാഹു ഉപയോഗിച്ചത്. ഖലീഫ എന്ന വാക്കിന്റെ മലയാള അർത്ഥം പറയുമ്പോൾ ദൈവിക പ്രതിനിധി എന്നതിന്റെ അർത്ഥം. ദൈവത്തിന്റെ, അള്ളാഹുവിന്റെ പ്രതിനിധി, അഥവാ ദൈവിക നിയമങ്ങളെ ഈ ലോകത്ത് കൊണ്ടുവരേണ്ടവൻ, ദൈവിക നിയമങ്ങളെ ഈ ലോകത്ത് സ്ഥാപിക്കേണ്ടവൻ, ദൈവിക നിയമങ്ങൾക്കൊത്ത് ഈ ലോകത്ത് ജീവിക്കേണ്ടവൻ, ദൈവിക നിയമങ്ങളെ കാലോചിതമായി പുനരാവിഷ്കരിക്കേണ്ടവൻ, ദൈവിക നിയമങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടവൻ എന്നൊക്കെയാണ് ഖലീഫ എന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെയുള്ള ഒരു പ്രതിനിധിയെ, ഒരു ഖലീഫയെ ഞാൻ ഭൂമിയിലേക്ക് നിശ്ചയിക്കാൻ പോകുന്നു എന്ന് മലക്കുകളോട് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് മനുഷ്യൻ? എന്താണ് മനുഷ്യന്റെ ഉത്തരവാദിത്വങ്ങൾ? ഭൂമിയിൽ മനുഷ്യൻ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ, കർത്തവ്യങ്ങൾ എന്തൊക്കെ എന്ന് വളരെ കൃത്യമായി ആ വാക്കിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഉപയോഗിക്കാൻ വേറെയും വാക്കുകളുണ്ട്. ഇൻസാൻ എന്ന വാക്ക് ഉപയോഗിക്കാം, മനുഷ്യൻ ഉപയോഗിച്ചില്ല. ഇനി അള്ളാഹുവിന് മറ്റൊരു വാക്കുണ്ട്, ആബിദ് എന്ന വാക്ക് ഉപയോഗിക്കാം. ആബിദ് എന്താണ്? ആബിദ് എന്ന വാക്കിന്റെ അർത്ഥം നിരന്തരമായി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, എപ്പോഴും പള്ളിയിൽ തന്നെ പ്രാർത്ഥനയോട് പ്രാർത്ഥന, ദിക്ർ, ഔറാദുകൾ, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, എപ്പോഴും പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആബിദായ ഒരു മനുഷ്യൻ. നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ആബിദ് എന്ന് പറയുമ്പോൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവൻ, ഇബാദത്തിൽ മുഴുകിയിരിക്കുന്നവൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം മനുഷ്യരെപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, എപ്പോഴും ആത്മീയമായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും പള്ളിയിൽ തന്നെ ദിക്ർ, ഔറാദുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയേണ്ടത് വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ആബിദുൻ ഫിൽ അർളി എന്ന് പറയേണ്ടത്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ആബിദ് എന്നാണ് പറയേണ്ടത്. ഞാൻ ഭൂമിയിൽ ഒരു ആബിദിനെ നിശ്ചയിക്കാൻ പോകുന്നു. ആബിദ് എന്ന് പറയുമ്പോൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവൻ, നിരന്തരമായി ഇബാദത്തിൽ മുഴുകിയിരിക്കുന്നവൻ. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി ഇൻസാൻ അങ്ങനെയും പറഞ്ഞില്ല. പറഞ്ഞ വാക്യതാണ് ഖലീഫ. അപ്പോ ഖിലാഫത്ത് എന്നത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ സ്ഥാപിച്ച് അതിനെ ശത്രുക്കൾ പരാജയപ്പെടുത്തി അതോടെ അവസാനിക്കേണ്ട ഒരു സംഗതിയല്ല. മനുഷ്യർ ഈ ഭൂമിയിൽ എത്ര കാലമുണ്ടോ, മനുഷ്യ സമൂഹം ഈ ഭൂമിയിൽ എത്ര കാലമുണ്ടോ അത്രയും കാലം നിലനിൽക്കേണ്ടുന്ന ഒരു ഭരണക്രമത്തിന്റെ സംവിധാനത്തിന്റെ പേരാണ് ഖിലാഫത്ത് വ്യവസ്ഥിതി. അതിപ്പോ തകർന്നു പോയാൽ പോയിക്കോട്ടെ, തിരിച്ചു പിടിക്കേണ്ടതില്ല. അങ്ങനെയാണോ? അല്ല. അതിനെ പുനരാവിഷ്കരിക്കുന്ന പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ഇടപെടലുകൾ, നീതിക്ക് വേണ്ടിയുള്ള ശബ്ദം, സമത്വത്തിന് വേണ്ടിയുള്ള സ്വരം, തിന്മയ്ക്കെതിരെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ മനുഷ്യരായ സത്യവിശ്വാസികളായ നമ്മളുടെ ഉത്തരവാദിത്വങ്ങളാണ്. അത് ഈ വാക്കിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. ഞാൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് ഒരു ആബിദിനെയല്ല, മറിച്ച് ആരെയാണ്? ഒരു ഖലീഫയെ. കുറച്ചുകൂടി വ്യക്തമായിട്ട് സൂറത്തുൻ നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ ആശയത്തിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളെ പടച്ചവൻ തരംതിരിക്കുന്നു. ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലിൽ ളററി വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ് ബിഅംവാലിഹിം വ അൻഫുസിഹിം. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ, എന്നാൽ ജിഹാദ് ചെയ്യാതെ, കാരണം കൂടാതെ ജിഹാദ് ചെയ്യാതെ അടങ്ങിയിരിക്കുന്ന മുസ്ലിങ്ങൾ രണ്ടുപേരും ഒരുപോലെയല്ല. ലാ യസ്തവി, രണ്ടു കൂട്ടരും ഒരുപോലെയല്ല. ഇവിടെ ജിഹാദ് എന്നത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു പദപ്രയോഗമാണ്. ജിഹാദ് എന്നതിന്റെ ചുരുക്കി പറഞ്ഞാൽ, പറഞ്ഞ നീതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി, മനുഷ്യരുടെ
സുഖകരമായ ഐശ്വര്യപൂർണമായ ജീവിതത്തിന് വേണ്ടി തിന്മയ്ക്കെതിരായ പോരാട്ടത്തിന്റെ പേരാണ് ജിഹാദ്. അതല്ലാതെ കാണുന്ന ആൾക്കാരെ മൊത്തം കൊല്ലുന്ന ഭീകരമായ ഒരു പ്രവൃത്തിയുടെ പേരല്ല ജിഹാദ്. അതാ ജിഹാദ് എന്ന വാക്കിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. മുസ്ലിങ്ങൾ വരെ ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു പേടി. ഇന്ന് മുസ്ലിങ്ങളെ കളിയാക്കി വിളിക്കുന്ന ഒരു പേരാണ് ജിഹാദികൾ എന്ന്. മുസ്ലിങ്ങളെ കാണുമ്പോൾ ആളൊരു ജിഹാദിയാണ് എന്ന് പറയും. അപ്പൊ സമൂഹത്തിൽ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പദപ്രയോഗമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ മുസ്ലിങ്ങൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ജിഹാദ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. വജാഹിദു ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യൂ. ഹഖ്ക ജിഹാദിഹി, ജിഹാദ് ചെയ്യേണ്ടുന്ന വണ്ണം ഏത് രൂപത്തിലാണോ ജിഹാദ് ചെയ്യേണ്ടത് ആ രൂപത്തിൽ ജിഹാദ് ചെയ്യൂ. ഇതാണ് പടച്ചോൻ പറയുന്നത്. അപ്പൊ ജിഹാദിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒരു വിശ്വാസിക്കും സാധ്യമല്ല. എന്തിനാണ് ജിഹാദ്? സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, മനുഷ്യരുടെ മേൽ അവരുടെ സ്വാതന്ത്ര്യം പുലരുന്ന ഒരു അധികാരത്തിന് വേണ്ടി, ഒരു അധികാര ഘടനയ്ക്ക് വേണ്ടി, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള സമരത്തിന്റെ, പോരാട്ടത്തിന്റെ, ശബ്ദത്തിന്റെ ഇടപെടൽ, അതിന്റെ പേരാണ് ജിഹാദ്. അപ്പൊ ആ ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളും ആ ജിഹാദ് ചെയ്യാതെ പള്ളിയിൽ അടങ്ങിയിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളും ലാ യസ്തവി, രണ്ടു കൂട്ടരും സമമല്ല. സൂറത്തുൽ നിസായിലെ 95, 96 ആയത്തുകൾ അടിവരയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പൊ ഖിലാഫത്തിന് വേണ്ടി, ദൈവികമായ ഈ ഭരണക്രമത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളും, അതിനുവേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളും, അതിനുവേണ്ടി സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളും ആ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെടാത്ത, കേവലം ആരാധനയിൽ മാത്രം, പള്ളിയിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങിക്കൂടി പ്രാർത്ഥനയും നിസ്കാരവും ജപമാലകളും ഒക്കെയായി സൂഫിയെ പോലെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളും ലാ യസ്തവി അൽ ഖാഇദൂന, അൽ ഖാഇദൂന കുത്തിയിരിക്കുന്നവർ, വെറുതെ ഇരിക്കുന്നവർ, മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽ, ഗൈറു ഉലിൽ ളറരി, കാരണം കൂടാതെ, പ്രായത്തിന്റെ കാരണം, രോഗത്തിന്റെ കാരണം, ശരഈയായ മറ്റു കാരണങ്ങൾ ഒന്നും കൂടാതെ, നല്ല ആരോഗ്യമുണ്ടായിട്ട്, സമ്പത്തുണ്ടായിട്ട്, കഴിവുണ്ടായിട്ട് ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടാതെ മടി പിടിച്ചിരിക്കുന്ന മുസ്ലിങ്ങളും, എന്നാൽ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളും ലാ യസ്തവി, സമമല്ല, ഒരുപോലെയല്ല. ഫളലല്ലാഹുൽ മുജാഹിദീന, ഈ മുജാഹിദീൻ, ഈ സാമൂഹ്യ പ്രവർത്തനം, ഈ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മുസ്ലിങ്ങളെ അള്ളാഹു പ്രത്യേകമായി അനുഗ്രഹിച്ചിരിക്കുന്നു. അലൽ ഖാഇദീന, കുത്തിയിരിക്കുന്ന മുസ്ലിങ്ങളെക്കാൾ അജ്റൻ അലീമ, വമ്പിച്ച പ്രതിഫലം അവർക്കുണ്ട്. വമ്പിച്ച പ്രതിഫലം. ദറജാത്തിൻ മിൻഹു, അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് ഉയർന്ന പദവികളുണ്ട്. വ മഗ്ഫിറത്തുൻ, അവർക്ക് പാപമോചനമുണ്ട്. വ റഹ്മത്തുൻ, അവർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹമുണ്ട്, കാരുണ്യമുണ്ട്. വ കാന അല്ലാഹു ഗഫൂറ റഹീമ, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. രണ്ട് കാറ്റഗറി ആയിട്ട് മുസ്ലിങ്ങളെ പടച്ചവൻ തിരിച്ചു. ഒന്നാമത്തേത് കുത്തിയിരിക്കുന്നവർ, കാരണം കൂടാതെ. രണ്ടാമത്തവരോ സാമൂഹ്യ പ്രവർത്തനം, സമൂഹ നന്മയ്ക്ക് വേണ്ടി തൻ്റെ കഴിവുപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, മനുഷ്യ നന്മ ആഗ്രഹിച്ചുകൊണ്ട് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്നവർ, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവർ, അതിനുവേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവരും. അതല്ലാതെ കേവലം, ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ആബിദല്ല നമ്മൾ, ഖലീഫയാണ്. നമ്മൾ ആബിദല്ല, നമ്മൾ ഖലീഫയാണ്, അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. അപ്പൊ ഖിലാഫത്ത് അഥവാ ഖലീഫ, ആ പ്രാതിനിധ്യ വ്യവസ്ഥയുടെ പ്രതിനിധിയുടെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവർ, അവരും കേവലം ആബിദീങ്ങളും ഒരുപോലെയല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നിസാ 95, 96 ആയത്തുകളിൽ വ്യക്തമാക്കുന്നു. അപ്പൊ നമ്മുടെ മേൽ ഉത്തരവാദിത്വമുണ്ട്. എല്ലാം തകർന്നു, എല്ലാം നശിച്ചു എന്ന നിരാശയല്ല നമ്മെ പിടികൂടേണ്ടത്. പുനർനിർമ്മിക്കൽ, പുനർനിർമ്മാണം. നമ്മുടെ വീട് തകർന്നു പോയി സങ്കല്പിക്കുക. നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ അതിനേക്കാൾ സുന്ദരമായ വീട് നിർമ്മിക്കാൻ വേണ്ടി പണിയെടുക്കും. നമ്മുടെ ഏതെങ്കിലും ഒരു ബിസിനസ് തകർന്നു പോയി വിചാരിക്കുക. നമ്മൾ എന്താണ് ചെയ്യുക?
മറ്റൊരു ബിസിനസ് നമ്മൾ സ്വപ്നം കാണും, അതിനേക്കാൾ നല്ല ഒരു കച്ചവടം നമ്മൾ കെട്ടിപ്പടുക്കും. അപ്പൊ തകർന്നു പോയാൽ തകർന്നു പോകട്ടെ എന്ന് ആരെങ്കിലും വിചാരിക്കുമോ? നശിച്ചു പോയാൽ നശിച്ചു പോകട്ടെ എന്ന നിരാശയിൽ ആരെങ്കിലും അകപ്പെടുമോ? തകർന്നതിനെ പുനർനിർമ്മിക്കുക, അതിന്റെ പേരാണ് ഇഖാമത്ത്. അൽഅഖീമുദ്ദീന, അള്ളാഹുവിന്റെ ദീൻ നിങ്ങൾ പുനർനിർമ്മിക്കുക എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്. ലോകത്ത് വന്ന പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹ് കൊടുത്ത ഉത്തരവാദിത്വം, ഡ്യൂട്ടി അൽഅഖീമുദ്ദീൻ, അള്ളാഹുവിന്റെ ദീനിനെ പൂർത്തീകരിക്കുക, അള്ളാഹുവിന്റെ ദീനിനെ കൊണ്ടുവരിക, നിലനിർത്തുക എന്നതാണ് ഇഖാമത്ത് എന്ന വാക്കിന്റെ അർത്ഥം. ഇഖാമത്തുദ്ദീൻ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു, നേരെ നിൽക്കുന്ന ഒരു കമ്പ്, അവർ ഉദാഹരിച്ച് പറയാം, നേരെ നിൽക്കുന്ന ഒരു കമ്പ്, ആ കമ്പിനെ വീണു പോകാതെ സൂക്ഷിക്കലാണ് ഇഖാമത്തുദ്ദീൻ. വീണു പോയ ഒരു കമ്പ്, ആ കമ്പിനെ നേരെ നിർത്തലാണ് ഇഖാമത്തുദ്ദീൻ. എന്നിട്ട് ഉദാഹരിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹുവിന്റെ ദീൻ സമ്പൂർണമായി നിലനിന്നാൽ, അള്ളാഹുവിന്റെ ദീൻ സമ്പൂർണമായി ലോകത്ത് സ്ഥാപിക്കപ്പെട്ടാൽ, ആ സ്ഥാപിക്കപ്പെട്ടതിനെ തകർന്നു പോകാതെ നിലനിർത്തുക, അതിന്റെ പേരാണ് ഇഖാമത്തുദ്ദീൻ. അള്ളാഹുവിന്റെ ദീൻ തകർന്നു പോയാൽ ആ തകർന്നതിനെ തിരിച്ചു കൊണ്ടുവരിക, അതിനുവേണ്ടി പണിയെടുക്കുക, അതിന്റെ പേരാണ് ഇഖാമത്തുദ്ദീൻ. അപ്പൊ ആ ഇഖാമത്തുദ്ദീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാതെ മുസ്ലിങ്ങളായ നമ്മളുടെ ഉത്തരവാദിത്വം പൂർണ്ണമാവുകയില്ല. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ആരാധനകൾ മാത്രമല്ല നമ്മിൽ അർപ്പിതമായ കടമ, നമുക്ക് ചെയ്യാൻ പണികൾ ഒരുപാടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബിമാരോട് ഇങ്ങനെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഒരു പക്ഷേ നമ്മളൊക്കെ കേട്ടതായിരിക്കാം. സഹാബിമാരെ കയ്യിലെടുത്തുകൊണ്ട് അവരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറയുന്നു. ഒരു കപ്പലാണ് ഉദാഹരണം. ആഴക്കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ. ആ കപ്പൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ താഴെ തട്ടിൽ ആളുകളുണ്ട്, മുകൾ ഭാഗത്ത് ആളുകളുണ്ട്. രണ്ട് തട്ടിലും ആളുകളുണ്ട്. ഈ താഴെ തട്ടിലുള്ള ആളുകൾക്ക് വെള്ളമെടുക്കാൻ, വെള്ളം ശേഖരിക്കാനായിട്ട് മുകൾ ഭാഗത്തെ തട്ടിനെ ആശ്രയിക്കണം. രണ്ട് തട്ടിലും ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വെള്ളം ശേഖരിക്കാനായിട്ട്, വെള്ളമെടുക്കാനായിട്ട് താഴെ തട്ടിലുള്ള ആളുകൾ മുകൾ ഭാഗത്തെ ആശ്രയിക്കുന്നു. എപ്പോഴും ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് കയറി പോകുമ്പോൾ ഇവർ സ്വയം വിചാരിക്കുന്നു, നമുക്ക് ഈ കപ്പലിൽ ഒരു ദ്വാരമുണ്ടാക്കാം, ഇതിന്റെ താഴെ വെള്ളമല്ലേ, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇഷ്ടം പോലെ വെള്ളം കിട്ടുമല്ലോ, നമുക്കിതിന്റെ താഴെ ഒരു ദ്വാരമുണ്ടാക്കിയാലോ എന്ന് അവർ ചിന്തിക്കുകയും ദ്വാരമുണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുക? ദ്വാരമുണ്ടാക്കിയാൽ നമുക്കറിയാം അപകടമാണ്. ആർക്കാണ് അപകടം? ദ്വാരമുണ്ടാക്കുന്നവർക്ക് മാത്രമല്ല, മുകളിലെ തട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവർക്കും അത് അപകടമാണ്. എല്ലാവർക്കും, കപ്പലിന് അപകടമാണ്, സഞ്ചരിക്കുന്ന എല്ലാവർക്കും അപകടമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്നിട്ട് ഈ മുകൾ ഭാഗത്തെ തട്ടിലുള്ളവർ ഈ താഴെ തട്ടിലുള്ള ആളുകൾ ദ്വാരമുണ്ടാക്കുന്ന കാഴ്ച കണ്ടിട്ട് ഇടപെടുന്നില്ല, കൈപിടിക്കുന്നില്ല, തടയുന്നില്ല, രംഗത്തേക്ക് വരുന്നില്ല. എന്താണ് അവിടെ സംഭവിക്കുക? സഹാബിമാർ ഒറ്റക്കെട്ടായി പറഞ്ഞു, കപ്പൽ ഒന്നടങ്കം മുങ്ങിപ്പോകും, എല്ലാവരും മരിക്കും. അപ്പൊ ആ തിന്മ ചെയ്തവരും നശിക്കും, ആ തിന്മ ചെയ്യാത്തവരും നശിക്കും, ആ തിന്മയോട് എതിരായിട്ട് അഭിപ്രായമുള്ളവരും നശിക്കും, ആ തിന്മയോട് അനുകൂലമായ അഭിപ്രായമുള്ളവരും നശിക്കും, മനോഹരമായ കപ്പലും നശിക്കും, എല്ലാം നശിച്ചു. എന്നാൽ അതിൽപ്പെട്ട ഒരുവൻ രംഗത്ത് വന്നു, കൈക്ക് പിടിച്ചു, ദ്വാരമുണ്ടാക്കല്ലേ, ഇത് അപകടമാണ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് രക്ഷപ്പെടുക? എല്ലാവരും രക്ഷപ്പെടുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കപ്പലിനെ സമൂഹമായിട്ട് ഉദാഹരിച്ചു. കപ്പലാണ് സമൂഹം. ആ സമൂഹത്തിലെ വിഭാഗമാണ് രണ്ട് കൂട്ടർ ആയിട്ടുള്ള മനുഷ്യർ. അതിൽ ഒരു വിഭാഗം തിന്മയുടെ മാർഗം തെരഞ്ഞെടുത്തപ്പോ നന്മയെ സംബന്ധിച്ച് പറയാൻ അവിടെ ആളില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നന്മയ്ക്ക് വേണ്ടി നിൽക്കാനും നീതിക്ക് വേണ്ടി ശബ്ദിക്കാനും സത്യത്തിന് വേണ്ടി നിലകൊള്ളാനും തയ്യാറായി ഒരു വിഭാഗമില്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? മൊത്തത്തിൽ തകർച്ചയാണ്.
ഇതാണ് സഹാബികളെ, മുസ്ലിം ലോകത്തെ, മനുഷ്യ സമൂഹത്തെ പടച്ച തമ്പുരാൻ അല്ലെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉദാഹരണത്തിലൂടെ ബോധ്യപ്പെടുത്തിയത്. ഇന്ന് മുസ്ലിങ്ങൾക്ക് ഒരു ധാരണയുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ കടമയല്ല, നമ്മൾ മതത്തിന്റെ ആളുകളാണ്, നമ്മൾ മതം മാത്രം പറഞ്ഞാൽ മതി. മതത്തെ അപ്പൊ ഈ മതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിനെ സംബന്ധിച്ച് മതം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ എന്തെങ്കിലും ഇല്ല. ഇസ്ലാമിൽ എല്ലാ മതമാണ്. കാരണം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാഷ്ട്രം ഭരിച്ച ഒരു ഭരണാധികാരിയാണെങ്കിൽ ഭരണകൂടവും ഭരണാധികാരിയും ഇസ്ലാമിൽ മതമാണ്. അതിനെ രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധനയുമായി കഴിഞ്ഞുകൂടണം. രാഷ്ട്രീയ കാര്യങ്ങൾ അബൂജഹലിനെ ഏൽപ്പിക്കണം, ഉത്തുബത്തിനെ ഏൽപ്പിക്കണം, ഷൈബിനെ ഏൽപ്പിക്കണം, അബൂ സുഫിയാനെ ഏൽപ്പിക്കണം. നിങ്ങളൊക്കെ രാഷ്ട്രീയം കൈകാര്യം ചെയ്തോ, ഞാൻ മതത്തിന്റെ ആളാണ്. അപ്പം മതത്തിന്റെ ആളാണ് ഞാൻ. രാഷ്ട്രീയം നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾക്ക് എന്തും ചെയ്യാം. നിങ്ങൾക്ക് അക്രമം കാണിക്കാം, അനീതി ചെയ്യാം, ദാരിദ്ര്യം സൃഷ്ടിക്കാം, ചൂഷണം ചെയ്യാം, വഞ്ചിക്കാം, ചതിക്കാം. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്രൂരമായ പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്തോ, അതെന്നെ ബാധിക്കില്ല. ഞാൻ ഈ പള്ളിയിൽ വന്നിരുന്ന് തസ്ബീഹ് മാല മറിച്ച് സുബ്ഹാനല്ലാഹ് ചൊല്ലി ജനങ്ങൾക്ക് ശാന്തി പകർന്നു കൊടുത്ത് എല്ലാവർക്കും ശാന്തി സമാധാനം, അങ്ങനെ കുന്തിരിക്ക മണക്കുന്ന, ചന്ദനത്തിരി മണക്കുന്ന അന്തരീക്ഷത്തിൽ ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി ഞാനിവിടെ ഉണ്ടാകും. രാഷ്ട്രീയം എന്റെ വിഷയമല്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാജ്യം ഭരിച്ച ഒരു ഭരണാധികാരിയാണെങ്കിൽ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത് രാഷ്ട്രീയം കൂടിയാണ്. മതം വേറെ രാഷ്ട്രീയം വേറെ എന്ന ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാമിൽ എല്ലാം മതമാണ്. രാഷ്ട്രീയം വേറെ, അത് രാഷ്ട്രീയക്കാര്, ഞങ്ങൾ മതത്തിന്റെ ആളുകൾ, അങ്ങനെ എവിടെയും വിശുദ്ധ ഖുർആനിൽ പരാമർശമില്ല. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ആ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ഖലീഫമാർ നമ്മെ പഠിപ്പിച്ചത്. ആ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് 1924 വരെ ഈ ലോകത്ത് നിലനിന്നത്. അതിന്റെ തകർച്ച സംഭവിച്ചു. ആ ദൈവികമായ ഭരണക്രമത്തെ, സിദ്ധാന്തത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി ഇസ്ലാമിൻ്റെ ആ ഒരു സമഗ്രമായ ആശയത്തെ മനുഷ്യർക്ക് പരിചയപ്പെടുത്തി പുനരാവിഷ്കരിക്കേണ്ടവരാണ്. ആ തകർന്ന ഖിലാഫത്തിനെ പുനരാവിഷ്കരിക്കേണ്ടവരാണ് നമ്മൾ. സമ്പൂർണമായിട്ട് ജനങ്ങൾക്ക് ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കേണ്ടവരാണ് നമ്മൾ. ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കുമ്പോൾ എല്ലാം എത്തിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ഡ്യൂട്ടി ഒന്നും ചെയ്യില്ല, ഞാൻ നിസ്കരിച്ചിവിടെ കൂടിക്കൊള്ളാം എന്ന് ഒരാൾ പറയുന്നുവെങ്കിൽ യഥാർത്ഥ മുസ്ലിമാകാൻ സാധ്യമല്ല. ഏതുപോലെ മലക്കുകൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മലക്കുകൾക്ക് ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ചില മലക്കുകൾ റൂഹിനെ പിടിക്കുന്ന ഡ്യൂട്ടിയാണ്, ചില മലക്കുകൾക്ക് മഴ പെയ്യിപ്പിക്കുന്ന ഡ്യൂട്ടിയാണ്, വേറെ ചില മലക്കുകൾക്ക് വേറെ ഡ്യൂട്ടികളുണ്ട്. പക്ഷേ ആ മലക്കുകൾ അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നവരും വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നവരും അള്ളാഹുവിനെ സ്തുതിക്കുന്നവരും ഒക്കെയാണ്. ഈ മലക്കുകൾ പറയുന്നു, അള്ളാഹുവെ ഞങ്ങൾ ഡ്യൂട്ടി ഒന്നും ചെയ്യില്ല, നിന്നെ സ്തുതിച്ച് നിന്നെ മഹത്വപ്പെടുത്തി ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? ഞാൻ റൂഹിനെ പിടിക്കില്ല, റൂഹിനെ പിടിക്കുന്ന മലക്ക് തീരുമാനിക്കുന്നു, ഞാൻ ഇനി ഇടി മഴ പോലെ കാറ്റ് പോലെ ഞാൻ ആ പണി ചെയ്യില്ല, ഞാൻ നിന്നെ സ്തുതിച്ചും നിന്നെ മഹത്വപ്പെടുത്തിയും ഇവിടെ കഴിഞ്ഞുകൊള്ളാം എന്ന് മലക്കുകൾ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു സമീപനം എന്തായിരിക്കും? അനുസരണം ഇല്ല, ആരാധനയുണ്ട്. ഇത് രണ്ടും ചേർത്ത് വെച്ച് പഠിക്കേണ്ടതാണ്. അനുസരണമില്ല, പക്ഷെ എന്തുണ്ട്? ആരാധനയുണ്ട്. അനുസരണം ഇല്ല, ആരാധനയുണ്ട്. അങ്ങനെയാണെങ്കിൽ മലക്കുകൾക്ക് പിന്നെ നിലനിൽപ്പില്ല. അള്ളാഹുവിന്റെ കോപം അവരെ ബാധിക്കും. ഇതുപോലെ ഞാൻ പറയുന്നു, അള്ളാഹുവെ ഞാൻ നിസ്കരിച്ചു കൊള്ളാം, നോമ്പെടുത്തു കൊള്ളാം, ഞാൻ ഈ പറയുന്ന സാമൂഹ്യമായ ഈ നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ഈ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഒരു പ്രവർത്തനം ഞാൻ ചെയ്യില്ല, ഞാൻ നിസ്കരിച്ച് നോമ്പെടുത്ത് ഇവിടെ ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാൽ ആരാധനയുണ്ട്, അനുസരണമില്ല. ഇബാദത്ത് എന്ന് പറയുമ്പോൾ സമഗ്രമായ ആശയമാണ്. ഏകനായ പടച്ചവന് വഴിപ്പെടുക, ഏകനായ പടച്ചവനെ ആരാധിക്കുക, ഏകനായ പടച്ചവനെ അനുസരിക്കുക എല്ലാ മേഖലയിലും. അപ്പൊ അനുസരണത്തെ എടുത്തു മാറ്റിയാൽ നമുക്ക് എളുപ്പമായി കാര്യങ്ങൾ, സുഖമായി കാര്യങ്ങൾ. അനുസരണം കൂടി ഇബാദത്തിൽ വരുമ്പോഴാണ്
ഈ ജിഹാദ് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ജിഹാദില്ല. ജിഹാദ് എവിടെ പോയി? ജിഹാദ് ഇപ്പോ അസ്തമിച്ചു പോയ പോലെ. ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, തസ്ബീഹുണ്ട്, പക്ഷേ ജിഹാദില്ല. അപ്പോ അനുസരണം കൂടി വരുമ്പോഴേ ജിഹാദ് ഉണ്ടാകൂ. എല്ലാ രംഗത്തും സമഗ്രമായിട്ട് പടച്ചവന്റെ വിധിക്ക് കീഴ്പ്പെടുക, അങ്ങനെയുള്ള ഒരു മുസ്ലിമായിട്ട് മാറുവാനാണ് നമ്മളൊക്കെയും ശ്രമിക്കേണ്ടത്. ഒരു ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വല്ലാഹി ലാ യഅ്മുറുന്ന ബിൽ മഅറൂഫ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവാണ്, നിങ്ങൾ നന്മയുടെ മാർഗത്തിൽ ഉണ്ടാവണം. വല യൻഹവുന്ന അനിൽ മുൻകർ. നിങ്ങൾ തിന്മയ്ക്കെതിരെ, അല്ലാഹുവാണ്, തിന്മയ്ക്കെതിരെ നിങ്ങൾ നിലകൊള്ളണം. റസൂലിന്റെ ഉപദേശമാണ്. അത് പറഞ്ഞ ശൈലി എങ്ങനെയാ? അള്ളാഹുവാണ്, അള്ളാഹിനെ പിടിച്ച് ആണയിട്ട് നിങ്ങൾ ചെയ്യണം. ആരോടായി പറയുന്നത്? മുസ്ലിങ്ങളായ നമ്മളോട്. അള്ളാഹുവാണ്, നിങ്ങൾ ഉണ്ടാവണം. നമസ്കാരത്തിന് കൊടുക്കുന്ന ആ പ്രാധാന്യം നിങ്ങളുടെ പ്രദേശത്ത്, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ രാജ്യത്ത് നന്മയുടെ മാർഗത്തിൽ നിങ്ങൾ ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അലൈക്കും ശിറാറക്കും. ക്രൂരന്മാരായ ആളുകൾക്ക് അള്ളാഹു അധികാരം കൊടുക്കും. ക്രൂരന്മാരായ, ഇപ്പൊ പറയേണ്ടതില്ലല്ലോ, എല്ലാം വ്യക്തമാണ്. എന്നിട്ട് അവരിങ്ങനെ വളരെ മൃഗീയമായിട്ടും ക്രൂരമായിട്ടും ഭരിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് നല്ല മനുഷ്യർ, ഖിയാറക്കും, നല്ല മനുഷ്യർ അള്ളാഹുവോട് ദുആ ചെയ്യും. ഫലാ യുസ്തജാബ ലക്കും. ആ ദുആ പടച്ചവൻ സ്വീകരിക്കില്ല. അപ്പൊ ദുആ സ്വീകരിക്കില്ല. എന്തുകൊണ്ട്? നിങ്ങൾ പണിയെടുത്തിട്ടില്ല. നിങ്ങൾ പള്ളിയിൽ കയറി ദുആ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ദുആ ചെയ്യേണ്ടവരല്ല, നിങ്ങൾ പണിയെടുക്കേണ്ടവരാണ്. ഈ തിന്മയുടെ അധികാര ശക്തി ഈ ലോകത്ത്, ഈ രാജ്യത്ത് ശക്തിപ്പെട്ടപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? പണിയെടുത്തില്ല. അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധ്യമായില്ല? എന്നിട്ട് എല്ലാം കഴിഞ്ഞ് അധികാര ശക്തി വന്നപ്പോ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന എനിക്ക് വേണ്ട. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ പ്രതിരോധം പഠിക്കണം, നമ്മൾ പണിയെടുക്കണം എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ സമ്പൂർണ്ണമായി സമഗ്രമായി മനസ്സിലാക്കി യഥാർത്ഥ മുസ്ലിങ്ങളായി നന്മയുടെ മാർഗത്തിൽ പണിയെടുക്കുന്നവർക്കൊപ്പം നമ്മെ കൊണ്ട് സാധിക്കുന്ന പോലെ പ്രവർത്തിക്കാനുള്ള ശക്തിയും കഴിവും ഈമാനും തഖ്വയും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
വയൻഹവുന്ന അനിൽ മുൻകർ, നിങ്ങൾ തിന്മയ്ക്ക്